വാരുങ്കടി വായോ വായോ നീ എൻ മാറിൽ ചായോ മഞ്ഞൾ പൂത്താലി തരാം നിന്റെ മാരന കൂടെ വരാം പൊന്നും മിന്നും പൂണാരും വേണ്ട പൊള്ളാച്ചി തേവരല്ലേ വായോ വായോ നീ എൻ മാറിൽ ചായോ മാർഗഴി മാസമല്ലേ മാട്ടുപൊങ്കൽ നെഞ്ചിലില്ലേ. ഹലോ, ഹായ്, വെൽക്കം ബാക്ക്. എൻ്റെ തെച്ചിയെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്നിപ്പം കാണിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് തെച്ചി ചെടി നട്ടുപിടിപ്പിക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വേഗം പിടിക്കട്ടോ. പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പം നമുക്കതിന് പ്രത്യേകിച്ച് കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മണ്ണും മണലും മാത്രം മതി ഇത് പിടിപ്പിക്കാൻ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ തളിര് കൊമ്പാണ് കേട്ടോ മുറിക്കേണ്ടത്. അപ്പോൾ പെട്ടെന്ന് പിടിക്കും. അപ്പോൾ ഓൾറെഡി നമ്മളെ മഴയെല്ലാം പെയ്തപ്പം നന്നായിട്ട് പൂക്കളൊക്കെ കുറേ പോയി, എന്നാലും മുട്ടൊക്കെ ഉണ്ട്. അപ്പം ഇതെങ്ങനെയാണ് പ്രൂൺ ചെയ്യുന്നത്, എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് ചട്ടിയിൽ എന്നുള്ളത് കുറച്ചൊക്കെ ഞാൻ കുറേ മുമ്പേ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാം. നമ്മുടെ ഈ ഒരു ചെടി പല പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ചില സ്ഥലത്ത് തെറ്റി എന്ന് പറയുന്നുണ്ട്, തെച്ചി, ചെത്തി എന്നൊക്കെ പറയുന്ന ഈ ഒരു കുറ്റിച്ചെടി. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഇക്സോറ കൊക്കീനിയ എന്നാണ്. ഇക്സോറ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കോമൺ നെയിം ഫ്ലെയിം ഓഫ് ദി വുഡ്സ് അല്ലെങ്കിൽ ജംഗിൾ ജെറേനിയം എന്നൊക്കെ പറയും. ഇതിൻ്റെ ഇല ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ്, ബ്രോഡായിട്ടുള്ള ഇലയാണ് കേട്ടോ ഉള്ളത്. അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നല്ല എവർ ഗ്രീൻ ആയിട്ടിരിക്കും. പിന്നെ നമ്മുടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് നമ്മളെ വെർട്ടിക്കൽ ഗാർഡൻ്റെ ഒരു കോർണറിലായിട്ടാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രത്യേക അട്രാക്ഷനാണ് നമുക്ക് കണ്ണ്. ആ ഫ്ലവേഴ്സിൻ്റെ കളർ നല്ല ബ്രൈറ്റ് റെഡ് കളറാണ് അതിൻ്റെ ഫ്ലവേഴ്സിനുള്ളത്. പിന്നെ സുലഭമായിട്ട് പൂക്കൾ തന്നിട്ടുണ്ട്. അതായത് ഈ ഒരു വർഷം മുഴുവൻ നമുക്ക് പൂക്കൾ തന്നിട്ടുണ്ട്. ഏകദേശം 8 മാസം പ്രായമായിട്ട്. ഇതിന് കൊടുക്കുന്ന വളമൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയാം കേട്ടോ. പിന്നെ ഇത് നമ്മൾ നാടൻ വെറൈറ്റി ഓൾറെഡി കാണിച്ചാണ്. പക്ഷേ ഇതിന് കുറച്ച് ഇലയ്ക്കൊക്കെ കണ്ടില്ലേ കളർ ഡിഫറൻസ് ഉണ്ട്. ഇതും വേറൊരു വെറൈറ്റിയാണ്, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വൈറ്റ് ഇക്സോറ. ഇത് നമുക്ക് ചട്ടിയിലൊക്കെ നടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. അപ്പം നമുക്കിത് നടുന്ന രീതി എന്താണെന്ന് വെച്ചാൽ കൊമ്പ് വെച്ചിട്ടും നടാം, അല്ലാതെ നമുക്ക് ഇതിൽ തൈകൾ മുളയ്ക്കും ഉള്ളിൽ. ചട്ടിയിൽ നോക്കിയാൽ കാണാം തൈകൾ ഉള്ളിൽ മുളച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള തൈകൾ കിട്ടുവാണെങ്കിൽ നല്ല സുഖമായിട്ട് പെട്ടെന്ന് ചെടി നമുക്ക് വേഗം നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ തൈകൾ കളക്ട് ചെയ്തിട്ട് വേറെ വേറെ ചട്ടിയിലാക്കിയിട്ട് കുഴിച്ചിടാം. പിന്നെ അല്ലാതെ കൊമ്പ് ഇതുപോലെ കട്ട് ചെയ്തിട്ടും നമുക്ക് ചെയ്യാം. അപ്പം അതിൻ്റെ ഇതെങ്ങനെയാണ് ഞാൻ കുഴിച്ചിടുന്നത്, ഇതിൻ്റെ മണ്ണിൻ്റെ മിക്സ്ചർ. എല്ലാവരും ചോദിക്കും എന്താണ് നിങ്ങൾ എങ്ങനെയാണ് എന്താ പൂവിടാത്തത് എന്താ. നമ്മൾ മണ്ണിൻ്റെ ക്വാളിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് ഏത് ചെടി ആയിക്കോട്ടെ, നിങ്ങൾ മണ്ണിൻ്റെ ക്വാളിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മണ്ണെന്ന് പറയുകയാണെങ്കിൽ ചാണകവും കൊക്കോ പിറ്റും സാധാരണ ഗാർഡൻ സോയിലുമാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ജസ്റ്റ് നമ്മൾ പിടിപ്പിക്കുകയല്ല, ജസ്റ്റ് ഓൾറെഡി വേര് വന്നതാണ്. അപ്പോൾ ഞാൻ ഒന്ന് വലുതായി കഴിഞ്ഞതിന് ശേഷം മാത്രം വേറൊരു ചട്ടിയിലേക്ക് മാറ്റി കുഴിച്ചിടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് അതിലെ എയർ പോക്കറ്റ്സ് ഒക്കെ ഒന്ന് ഒഴിവാക്കി നമ്മൾ ജസ്റ്റ് ഒരു ഹോള് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് കുഴിച്ചിടാം. അപ്പം ഇങ്ങനെ വേര് വന്നതിനെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മണലും അതുപോലെ തന്നെ ചാണകപ്പൊടിയും കൊക്കോ പിറ്റും യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ പിടിപ്പിക്കുമ്പം അതിൻ്റെ മണ്ണിന് വ്യത്യാസമുണ്ട്. മണ്ണ് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട. അത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ പറഞ്ഞുതരാം. പിന്നെ ഇങ്ങനെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഏത് ചെടികളും നമ്മളിങ്ങനെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിന് ആൻറ്റി ഫംഗൽ പൗഡർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിക്കേണ്ടത് നിർബന്ധമാണ്. അപ്പം ഒരു പാക്കറ്റ് നിങ്ങൾ ഓൾറെഡി വാങ്ങി വെക്കുക. ഇത് നിങ്ങൾ എത്രയാണോ നമ്മളെ വലിയ കപ്പാണെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം എടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ചെറിയൊരു കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്താ വെച്ചാൽ നമ്മളെ മണ്ണിന് വല്ല ഫംഗൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം അല്ലെങ്കിൽ ചിലപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെടി ചിലപ്പം എത്ര വേരുണ്ടെങ്കിലും ചിലപ്പോൾ കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ഒരു പ്രിക്കോഷനായിട്ട് എപ്പോഴും ആദ്യമേ ചെയ്ത് വെക്കുക. നട്ട് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണമല്ലോ നട്ട് കഴിഞ്ഞാൽ. അപ്പം അത് ചെയ്യാം. പിന്നെ തളിര് കൊമ്പ് അതാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അത് നമ്മൾ കട്ട് ചെയ്യുമ്പം നമ്മുടെ കത്രിക നല്ല ക്ലീൻ ആയിരിക്കണം, സ്ലാണ്ട് ചെയ്തിട്ട് വേണം. അതായത് ഏകദേശം 45 ഡിഗ്രി വെച്ചിട്ടായിരിക്കണം നമ്മൾ കട്ട് ചെയ്യേണ്ടത്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ നടാം. 3 രീതിയിൽ ഞാൻ കാണിച്ചു തരാം. 3ഉം സക്സസ്ഫുൾ ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് കുഴിച്ചിട്ടാൽ പെട്ടെന്ന് പിടിക്കും കേട്ടോ.
ഒരു കാര്യം ഞാനിപ്പോൾ കാണിക്കുന്നത് ഇല. നമ്മൾ ഇല കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇല കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേര് പിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ചെടിയുടെ മൊത്തം എനർജി മുഴുവൻ ആ ഇലയിലേക്ക് പോവും. അപ്പം ബെറ്റർ നമ്മൾ ആ ഒരു ഇല ഒഴിവാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടി വേര് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ മണ്ണെന്ന് പറഞ്ഞാൽ മണ്ണും മണലും മാത്രമാണ്. സാധാരണ മണ്ണും മണലും. അപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് വേരോടുക. മണ്ണ് ജസ്റ്റ് ഒരു കവറിലാണ് ബെറ്റർ കേട്ടോ. എനിക്ക് ഈ ഒരു പാത്രം ഉള്ളതിനെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇതിലേക്ക് ഇട്ടത്. ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ എയർ പോക്കറ്റ്സ് ഒക്കെ പോക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മളെ കൊമ്പ് ഒരു ജസ്റ്റ് ഒരു ഹോള് നമ്മളൊരു കമ്പിനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് കുത്തിയിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തറ്റത്തുള്ള ആ ഇലല്ലേ അത് നമ്മളെ മണ്ണിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ പ്ലേസ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് ഒരു സ്റ്റേജ്. ഇനി വേറെ എന്ന് പറഞ്ഞാൽ റൂട്ടിംഗ് ഹോർമോൺ വെച്ചിട്ട്, അതായത് ഈ ഒരു റൂട്ടിംഗ് ഹോർമോൺ പറഞ്ഞാൽ ഇത് മുരിങ്ങേൻ്റെ ഇലയാണ്. അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് അരിച്ചെടുത്തിട്ട് ആ വെള്ളത്തിൽ നമ്മൾ ഈ ഒരു കമ്പ് മുക്കി വെക്കുക. ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ. ഇതെന്തിനാ ചെയ്യുന്നത് വെച്ചാൽ വേഗം ഇതിൽ മറ്റേത് ഞാൻ ചെയ്തെല്ലാം സ്പീഡിൽ നമുക്ക് പെട്ടെന്ന് വേര് പിടിക്കാൻ സാധ്യതയുണ്ട്. പിടിച്ചതുമാണ്. അങ്ങനെയാണ് ഞാൻ നമ്മളെ നേരത്തെ കാണിച്ചില്ലായിരുന്നോ ഇക്സോറ കൊക്കീനിയ, അങ്ങനെയാണ് ഞാനത് കുഴിച്ചിട്ടിട്ടുള്ളത്. അപ്പം എനിക്ക് ആ ഒരു ചെടി വേറൊരു സ്ഥലത്തു നിന്ന് ഒരു കൊമ്പ് കിട്ടിയതാണ്. ഞാനിങ്ങനെ പ്ലേസ് ചെയ്തു, ഇങ്ങനെ കുഴിച്ചിട്ടു, പെട്ടെന്ന് തന്നെ പിടിച്ചു. അപ്പം ഇങ്ങനെ ഒരു മെത്തേഡ്. ഇനി സാധാരണ നമ്മൾ മെത്തേഡ് ഇനി അങ്ങനെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു കമ്പ് ഇതുപോലെ 45 ഡിഗ്രി കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ ഒരു ഇല താഴെ നമ്മൾ മണ്ണിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്യാൻ. അങ്ങനെ ആകുമ്പം പെട്ടെന്ന് അങ്ങനെയും പിടിക്കും. പ്രത്യേകിച്ച് മഴക്കാലം ആകുമ്പോൾ അതിന് പ്രത്യേക ഒരു പരിചരണം ഒന്നും വേണ്ട. ആ തണുപ്പ് കാലാവസ്ഥയായിരിക്കുമല്ലോ. അപ്പോൾ വേഗം നമ്മൾ ചെടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു 3 വിധം നമുക്ക് ചെടികൾ നടാം. ഈ ഒരു തെച്ചി ചെടി ഇങ്ങനെ പെട്ടെന്ന് ചെയ്താൽ പെട്ടെന്ന് പിടിച്ചു കിട്ടും. നിങ്ങൾ കണ്ടില്ലേ? അപ്പം ഇതേ ഉള്ളൂ ഒരു പരിപാടി. ഇത് നമുക്ക് മഴ കൊള്ളുന്ന സ്ഥലത്തും വെക്കാം, അല്ലെങ്കിൽ പിന്നെ ഡെയിലി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒരു 2-3 ആഴ്ച ചെയ്താൽ തന്നെ പിടിച്ചോളും. അപ്പം ഞാൻ മുമ്പേ ഒരു 2-3 ആഴ്ച മുമ്പേ കുഴിച്ചിട്ട ഒരു ഇതാണ്. ഇതുപോലെ ഇലയൊന്നും കട്ട് ചെയ്തിട്ടില്ല, പക്ഷെ അത് വേഗം പിടിച്ചു കേട്ടോ. പിടിച്ചിട്ട് ഉള്ളിൽ അതിൻ്റെ ചെറിയത് നോടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു സക്സസ്ഫുൾ തന്നെയാണ്. വേഗം തന്നെ പിടിക്കും. അപ്പം നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇങ്ങനെ പല കളേഴ്സും ഞാൻ പല സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്തിട്ട് ജസ്റ്റ് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് പിടിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ. ഇതിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ചെടി ഞാനൊരു 1.5-2 മാസമായി നട്ടിട്ടുള്ളത്. അത് പിടിച്ചു, അത്യാവശ്യം നല്ലോണം ഇലകൾ വരാൻ തുടങ്ങി. ഇത് മറ്റേ വേറൊരു ചട്ടിയിൽ കുഴിച്ചിടുന്ന കൊമ്പ് മുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത്. അപ്പോൾ അത് വേഗം തന്നെ പിടിച്ചു, ഒരുപാട് ഇലകൾ വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ പ്രൂൺ ചെയ്യുന്ന ഒരു കാര്യം, തെച്ചി ചെടികൾ പൂക്കൾ ഉണ്ടായി കൊഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കൊമ്പ് നമ്മൾ എന്തായാലും കട്ട് ചെയ്ത് ഒഴിവാക്കണം. എന്നാൽ മാത്രമേ പുതിയ കൊമ്പുകൾ അതിന് ഉണ്ടാവുകയുള്ളൂ, പുതിയ പൂക്കൾ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇത് നിങ്ങൾ എന്തായാലും ചെയ്തു കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മളെ ചെടികൾ എങ്ങനെ പൂക്കൾ ഉണ്ടാവുന്നത്, എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഒന്നുമല്ല, നമ്മളൊന്നും ശ്രദ്ധിക്കണം. തെച്ചിയല്ലേ അങ്ങനെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് പൂക്കൾ കിട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് ഒരു 5 മിനിറ്റ് മതി അത് ചെയ്യാൻ. അതങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക. അപ്പം വീണ്ടും ആ ഒരു കൊമ്പിന്ന് 1, 2, 3 കൊമ്പുകൾ ഉണ്ടായിട്ട് അതിലും പൂവിടും. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ഒരു 2 ആഴ്ച മുമ്പേ ഞങ്ങളിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പൂക്കൾ മൊട്ടിട്ടതും അതുപോലെ തന്നെ കൊമ്പുകൾ ഉണ്ടായതും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ചെടികളും നമ്മൾ ഇതാക്കണ്ടോ, അവിടെ ഈ ഒരു കൊമ്പ് ഒഴിവാക്കണ്ട, ഇതിൻ്റെ സൈഡിൽ നിന്ന് വേറെ ഒന്ന് വരുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനെ വേദനിപ്പിക്കാത്ത രീതിയിൽ. ഇത് ഞാൻ കുറച്ചൊരു 3 ആഴ്ച മുമ്പേ ചെയ്ത് കഴിഞ്ഞതാണ്. അതൊന്നും കണ്ടില്ല നിങ്ങൾ, 2 എണ്ണം ഇങ്ങേ ഭാഗത്തും വന്നിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് തരാം. അതിൻ്റെ മേലെ നിന്ന് നിങ്ങൾ നോക്കിക്കേ, നല്ല മൊട്ട തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മളിങ്ങനെ ചെയ്താൽ മാത്രമേ അതിന് കൃത്യമായിട്ടത് പൂ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പ്രൂണൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ചെടികൾ നന്നായിട്ട് പൂക്കാൻ ഞാൻ പറഞ്ഞല്ലോ, മണ്ണിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞങ്ങളൊരു 4 മാസം കൂടുമ്പം ഇത് ഞങ്ങൾ മണ്ണ് അടിഭാഗം ഇളക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ചാണകപ്പൊടി, എല്ലുപൊടി,
അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ മീനിൻ്റെ വെള്ളമല്ലേ അതും ഒഴിച്ച് കൊടുക്കാറുണ്ട്, അതും നല്ലതാണ്. പിന്നെ ഇത് ഞാൻ കവറിൽ നട്ട ഒരു 4-5 തെച്ചികൾ എനിക്ക് കൊമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കവറിലായിരുന്നു ഞാൻ പിടിപ്പിച്ചിട്ടുള്ളത്. അത് നന്നായിട്ട് ഇതുപോലെ വെറും മണലിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് റീപോട്ട് ചെയ്യാണ് വേറൊരു ചട്ടിയിലേക്ക്. അപ്പോൾ ചട്ടി മാറ്റുമ്പോഴും നമ്മളിങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് മണലൊന്ന് ജസ്റ്റ് ഒന്ന് അതിനെ വേദനിപ്പിക്കാതെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് വേരൊന്നും ഒന്ന് മെല്ലെ മെല്ലെ ചെയ്യണം കേട്ടോ. നമ്മൾ വേറെ ഒരു മണ്ണിൻ്റെ മിക്സ്ചർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ മണ്ണിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മണ്ണിൽ നമ്മളെ ചാണകപ്പൊടി, കുറച്ച് കൊക്കോപ്പിറ്റ്, സാധാരണ ഗാർഡൻ സോയിലാണ് ഇട്ടിട്ടുള്ളത്. അതും ഈ ഒരു മണ്ണും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോട്ടിലേക്ക് ഇടുക. എന്നിട്ട് ജസ്റ്റ് ഒരു ഹോള് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ കുഴിച്ചിടുക, കുറച്ച് വെള്ളം ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊസീജിയറും സ്റ്റെപ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പൂക്കൾ നമുക്ക് തരും, പെട്ടെന്ന് പിടിക്കും ചെയ്യും. ഒരുപാട് പേർക്ക് സംശയമാണ് എന്താണ് പൂവിടാത്തത്, ഞാൻ കുറേ ചെടികൾ വാങ്ങിച്ചു പൂവിട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊസീജിയേഴ്സൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മളെ ചെടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ മണ്ണിൻ്റെ മിക്സ്ചർ നമ്മൾ കുഴിച്ചിടുമ്പം ആ പോട്ടിന് ഹോളുണ്ടോ, പിന്നെ അതിൻ്റെ ക്വാളിറ്റി, പിന്നെ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ, അതിനെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് മൈൻഡാക്കാതെ നിന്നാലൊന്നും അതുണ്ടാവില്ല. അപ്പം ഇടയ്ക്ക് 4 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒന്ന് അതിൻ്റെ അടിവേര് അടിയത്തെ മണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അതായത് ചാണകപ്പൊടിയും എല്ലുപൊടിയും അങ്ങനെയുള്ള മിക്സ്ചേഴ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പൂ കിട്ടും. അപ്പോൾ ഞാൻ ഒരു 4-5 ചട്ടി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് പിടിപ്പിച്ചത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഓരോരുത്തരുടെ സബ്സ്ക്രിപ്ഷൻസിന് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുമാത്രമല്ല നിങ്ങളുടെ കമൻസും, നിങ്ങൾ അത് കുറ്റം ഉണ്ടെങ്കിലും എനിക്ക് പറയാം, ഞാൻ ആ ഒരു പോസിറ്റീവായിട്ട് എടുക്കുന്നതാണ്. അപ്പം എന്തായാലും അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.